ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നമ്മളെല്ലാവരും ശ്രദ്ധാപൂർവം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അഭിവന്യ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി. അഭിവന്യ ഗുരുരത്നം ജ്ഞാന തപസിക്ക് മലയാളി സമൂഹത്തിന് ഒരു ആമുഖം ആവശ്യമില്ല. 2019 മുതൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. എത്രയോ പ്രാവശ്യം പരമല സെമിനാരിയിൽ എത്തിയിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉറ്റമിത്രമാണ്. അത് ദേവലോകത്തായാലും പരിമലയായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഏത് മീറ്റിങ്ങിനും നമ്മൾ ക്ഷണിക്കുമ്പോൾ വളരെ താല്പര്യത്തോടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് ജ്ഞാന തപസി അവരുടെ പ്രത്യേകമായ നേതൃത്വമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ആത്മീയ നേതാവ്, പ്രഭാഷകൻ, എഴുത്തുകാരൻ, മികച്ച സംഘാടകൻ, അതിലുപരി കേരളത്തിലെ സാംസ്കാരിക നായകൻ അഭിവന്യ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി. 50 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ജസ്റ്റ് 50 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എത്രയോ കാലം കേരള സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വം ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ഉടനീളം, പ്രത്യേകിച്ച് ശാന്തിഗിരി ആശ്രമം നടത്തുന്ന നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് അറിവുള്ളതാണ്. പ്രത്യേകിച്ച് ശാന്തിഗിരി ആശ്രമം നടത്തുന്ന ദർശനം എന്ന് പറയുന്നത് മതേതര ആത്മീയ പ്രചരണത്തിന് നേതൃത്വം നൽകിയാണ്. മതത്തിനപ്പുറം, ജാതിക്കപ്പുറം, വർഗത്തിനപ്പുറം മനുഷ്യ മനസ്സുകളിൽ ആത്മീയ സൗഖ്യം പകരുന്ന വളരെ ഉദാത്തമായ കർമ്മ പദ്ധതികൾക്കാണ് ശാന്തിഗിരി ആശ്രമം നേതൃത്വം നൽകുന്നത്. ഈ അഭിവന്യനായ ഗുരു പ്രഭാഷണത്തിൽ മാത്രമല്ല, എഴുത്തിലും അതീവ താല്പര്യമാണുള്ളത്. നിരവധി ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കരുണാകര ഗുരു ജീവചരിത്രം, ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക. എത്ര മനോഹരമാണ് ആ തലക്കെട്ട്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക. നേരിന്റെ ബാല്യം, ആനന്ദത്തിന്റെ ഇതളുകൾ. മറ്റൊരു പുസ്തകമാണ് മാറുന്ന കാലം, മാറുന്ന കാഴ്ചകൾ. കാലികമായി, സമകാലികമായി നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വിചാരങ്ങളെയും വിശകലനം ചെയ്യുവാനുള്ള ആത്മജ്ഞാനം, ദൈവികമായ കൃപയാണ് അഭിവന്യ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. 1999 സന്യാസം തെരഞ്ഞെടുത്ത് അതിന്റെ മനോഹാരിതമായ മേഖലകളിൽ കൂടി സഞ്ചരിച്ച് അനേകർക്ക് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നത്. ശാന്തഗിരി ആശ്രമത്തിന്റെ പല മെഡിക്കൽ കോളേജുകളും നമുക്കറിയാം. സിദ്ധ മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട്, ഇങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളതാണ്. എന്നാൽ സ്വാമിജിയുടെ ചെറു പ്രസംഗം, 2 മിനിറ്റ് 3 മിനിറ്റ് പ്രഭാഷണം എല്ലാ പ്രഭാതത്തിലും മാധ്യമങ്ങളിൽ കൂടി, സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അത് കേൾക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ജ്ഞാന തപസ്സുകളുടെ ആ മനോഹരമായ സ്വാന്തനം പകരുന്ന, ആത്മവിമർശനം പകരുന്ന, പ്രകാശം പരത്തുന്ന ആ വാക്കുകൾ മലയാള സമൂഹം ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഗ്രിഗോറിയൻ പ്രഭാഷണത്തിലേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായി. വളരെ ആദരപൂർവം, വിനയപൂർവം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പേരിൽ, ഗ്രിഗോറിയൻ പ്രഭാഷണത്തിന്റെ പേരിൽ, പരമല സെമിനാരിയുടെ പേരിൽ വളരെ വിനയപൂർവം സ്വാമിജിയെ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.